വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളലില്ലെന്നും വെള്ളം കിനിഞ്ഞിറങ്ങുക മാത്രമാണ് ഉണ്ടായതെന്നുമുള്ള വിചിത്രവാദവുമായി മന്ത്രി കെ രാജൻ. എന്റെ രാജേട്ടന് ആരെങ്കിലും ഒരു ഇൻസുലേഷൻ ടേപ്പ് കൊടുക്കണമേ, ആ വെള്ളം കിനിഞ്ഞിറങ്ങുന്ന ഇടം ഒന്ന് ഒട്ടിച്ചു വെക്കാനാ. അയ്യോ, ആരും തെറ്റിദ്ധരിക്കരുതേ, അവിടെ വെള്ളം കിനിഞ്ഞിറങ്ങുക മാത്രമാണ് ചെയ്യുന്നത്, അവിടെ വിള്ളലില്ല. അവിടെ ഉള്ളത് ഷ്രിങ്ക് ക്രാക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കിരിഞ്ഞു വരുന്നു ഒരു വീടിന്റെ മുഖത്ത്. വിള്ളലില്ലാതെ വെള്ളം എവിടെ നിന്നാണ് കിനിഞ്ഞിറങ്ങുന്നത് എന്ന് കൂടി പറയാമോ രാജേട്ടാ? നിങ്ങൾ കരുതുന്ന ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമല്ല, അത് കിനിഞ്ഞിറങ്ങലാണ്. എത്ര ദൗർഭാഗ്യകരമായ കിനിഞ്ഞിറങ്ങൽ! എത്രയും പെട്ടെന്ന് ആ കിനിഞ്ഞിറങ്ങിയ വെള്ളത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം രാജേട്ടാ. നമ്മുടെ വയനാട് ടൗൺഷിപ്പ് പദ്ധതിയെ മാനം കെടുത്താൻ വേണ്ടി, അതിനെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം വെള്ളം സ്വയം കിനിഞ്ഞിറങ്ങിയതാ, വിള്ളലില്ലാത്തയിടത്തുകൂടി. വിള്ളലില്ലാത്തയിടത്തുകൂടി കിനിഞ്ഞിറങ്ങാൻ ആരാണ് അതിന് ഇത്രയും ധൈര്യം കൊടുത്തത്? ആ വെള്ളത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദുഷ്ടശക്തികൾ, കറുത്ത കരങ്ങൾ ആരുടേതാണ് തുടങ്ങിയ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് നമുക്ക് മുന്നിൽ റിപ്പോർട്ട് വരണം. റവന്യൂ വകുപ്പ് അതിന് മുൻകൈ എടുക്കണം രാജേട്ടാ. വെള്ളം കിരിഞ്ഞു വരുന്നു ഒരു വീടിന്റെ മുഖത്ത്, കൈമാറുന്നതിന് ശേഷം ഉണ്ടായാലല്ലേ ഈ പ്രശ്നത്തിന്റെ വിഷയം ഉണ്ടാകുള്ളൂ. പിന്നെ കൈമാറുന്നതിന് മുൻപ് കിനിഞ്ഞിറങ്ങിയാൽ അതൊരു പ്രശ്നമല്ല. കൈമാറി കഴിഞ്ഞ് അവിടെ താമസമായി കഴിഞ്ഞ് അതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലേ അതൊരു പ്രശ്നമാകുന്നുള്ളൂ. നിങ്ങൾ കരുതുന്ന ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമല്ല, അത് കിനിഞ്ഞിറങ്ങലാണ്. ക്രാക്ക് എന്ന വാക്ക് തന്നെയാണ് ഈ അവസരത്തിന് പറ്റുന്നത് എന്നാണല്ലോ വീടിന്റെ ഉടമസ്ഥൻ പറഞ്ഞത്. കിളി പോയവരാണ് സത്യം പറയാം. ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നല്ല മാർക്ക് ചെയ്തത്. കിളി പോയവരാണ് മൂപ്പര് സത്യം പറയാം. ഊരാലുകൾ ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ട് മാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഞാനൊന്നല്ല മാർക്ക് ചെയ്തത്. ഇനി കിനിഞ്ഞിറങ്ങല് അവിടെ താമസിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ, അവിടെ കിനിഞ്ഞിറങ്ങൽ ഒരു പ്രശ്നമാണെങ്കിൽ, സാധാരണ വെള്ളം രാജൻ ചേട്ടന്റെ ഒക്കെ വീടിന്റെ മുകളിലൂടെ കിനിഞ്ഞിറങ്ങുമ്പോൾ രാജൻ ചേട്ടനൊന്നും അത് പരിഗണിക്കാറേയില്ല. അതിനെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ടാണ് രാജൻ ചേട്ടന്റെ ഒക്കെ വീട്ടിലെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നെ ചിലർക്കൊക്കെ സർക്കാർ ചുമ്മാ കൊടുത്തതായതുകൊണ്ട്, ഔദാര്യം കൊടുത്തതായതുകൊണ്ട് കിനിഞ്ഞിറങ്ങലൊക്കെ ഒരു പ്രശ്നമായെന്ന് വരാം. അല്ലെ രാജേട്ടാ? അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നം.